ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ ചങ്കുകളും ഗഡികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. പുഷ്പ 2 കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നിന്നാണ് പടം കാണുന്നത്. നമ്മൾ FTOs കാണണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ പടത്തിന്റെ ലെങ്ത് 3 മണിക്കൂർ 25 മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് 4 മണിക്ക് കാണാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. നമ്മൾ 8 മണിക്കാണ് പടത്തിന് കയറുന്നത് രാഗത്തിൽ. അത് പടം കണ്ട് ജസ്റ്റ് പുറത്തിറങ്ങിയുള്ളൂ. പടം എനിക്ക് പേഴ്സണലി പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഫീൽ ചെയ്തത്. ഒരു 1 ടൈം തിയേറ്റർ വാച്ച് എടുക്കാനുള്ള പടമുണ്ട്. പടത്തിന്റെ ഒരു നെഗറ്റീവായിട്ട്, ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത് പടത്തിന്റെ ലെങ്ത് തന്നെയാണ്. 3 മണിക്കൂർ 25 മിനിറ്റ് എന്ന് വെച്ചാൽ അത്രയും ലെങ്ത് ആയി പടം. എന്റെ ആവശ്യം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ പടം തേർഡ് പാർട്ട് ഒരു ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സാധനമൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് തേർഡ് പാർട്ട് എന്താണെന്ന് അറിയാൻ ഈ പടം കണ്ട ആളുകൾ എന്തായാലും ഇറങ്ങിപ്പോരും. ഒരു വലിയൊരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യചിഹ്നം പോലെ എന്ത് സംഭവിച്ചു. അപ്പൊ അതിനുള്ള സംഭവം കൂട്ടുന്ന സമയത്ത് ഈ പടം 3 മണിക്കൂർ 25 മിനിറ്റ് നേരത്തെ ലെങ്തി ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയി. പടം പക്ക മാസ് മസാല കട്ട തെലുങ്ക് പടം. നമ്മൾ ഇതുവരെ കണ്ട രീതിയിലുള്ള പാറ്റേണിലൊക്കെയാണ് എടുത്തിട്ടുള്ള നല്ല ഡാൻസുകളുണ്ട്, നല്ല ഫൈറ്റുകളുണ്ട്, നല്ല അമ്മപ്പാസ് ഉണ്ട്, ഭാര്യപ്പാസ് ഉണ്ട്, കൂട്ടുകാരന്മാരുണ്ട്, ഒപ്പം നിൽക്കുന്ന ഹീറോയ്ക്കൊപ്പം നിൽക്കുന്ന നാട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ആ ഒരു തെലുങ്ക് പടം കാണാൻ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഈ പുഷ്പ 2 കാണാൻ പോകുമ്പോൾ ഇതിൽ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും, ഗംഭീര ഡയറക്ടർ ആയിരിക്കും, നല്ല സുകുമാരൻ ചേട്ടൻ തന്നെയാണ് പുഷ്പ 1 ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. എനിക്ക് ആ പ്രതീക്ഷയിൽ പോയത് കൊണ്ട് എനിക്കൊരു ബോറഡ് എക്സ്പീരിയൻസ് ഒന്നും കിട്ടില്ല. പടം ലാഗ് ഉണ്ടായിരുന്നു, എന്നാലും ഒരു കണക്ഷൻ വെച്ച് പോയിട്ട് പടം കണ്ടു തീർത്തു. ഞാൻ പറഞ്ഞു 3 മണിക്കൂർ 25 മിനിറ്റ് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പടം ഒരു 2 മണിക്കൂർ ഒരു 30 മാക്സിമം 2.25 മണിക്കൂർ ഒതുക്കാണ് സാധനം ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ കുറെ ലെങ്തി ആക്കി. പിന്നെ പുഷ്പ ഇപ്പോൾ ഇന്ത്യക്ക് വിട്ട് അന്താരാഷ്ട്ര ഗെയിമാണ്, ഇന്റർനാഷണൽ ലെവലിലേക്കാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പണി മാറിയിട്ടൊന്നുമില്ല. ആള് ചന്ദന തന്നെയാണ്, പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ചന്ദനത്തിന്റെ പരിപാടിക്കായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ പിടിക്കുന്നത്. അത് പൊളിറ്റിക്കലി കുറച്ച് സജീവമാവാനുള്ള ശ്രമത്തിലാണ്. കാരണം ഉണ്ടായിന് അതൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കഥ. എന്തുകൊണ്ട് പൊളിറ്റിക്കലിക്ക് ഒരു CM സ്ഥാനം വരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമൊക്കെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുന്ന രീതികളൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഈ ചന്ദനക്കടത്ത് സംബന്ധമായിട്ട് 1-2 ഓപ്പറേഷൻ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. പടം ഇന്റർവ്യൂ വരെ ഭയങ്കര എൻഗേജ്ഡ് ആണ് കേട്ടോ. അതിലൊക്കെ കണ്ട് പാട്ടുകളൊക്കെ ഇട്ട് തരുന്നുണ്ട്. പാസ് അങ്ങേറ്റം പാസ്സായി. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന പോലെ, അമ്മ മോനെ സ്നേഹിക്കുന്ന പോലെ, കുടുംബത്തിലുള്ള ജാതി നിലപാട്, ജാതി പരമ്പര വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. ജാതി വേറെ, അല്ലെങ്കിൽ അച്ഛനാരെന്നറിയാത്ത രീതിയിലൊക്കെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. അതിനൊരു പേരൊക്കെ ചോദിച്ച് പുഷ്പമണിൽ നമ്മൾ കണ്ടിട്ടില്ല. അതായിട്ട് കുറെ റിലേറ്റഡ് ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പൊ അവന്റെ ഇമോഷൻസ് ഉണ്ടാകുന്ന മക്കൾക്ക് കണക്റ്റഡ് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. കുറെ പാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാസത്തിന്റെ കളിയാണ്, അങ്ങേറ്റം പാസ്സാണ്. അത് മാത്രമാണ് എനിക്ക് പാസം വേണം, പക്ഷെ അത് കുറെ ഓവർ പാസ്സായി. പിന്നെ ഒരു പടം ഒരു മാസ് മസാല പുഷ്പ 2 നമ്മൾ കാണാവുന്നുണ്ട്. എല്ലാവരും പക്ക മാസ് മസാല പ്രതീക്ഷിച്ചിട്ടാവും വന്നിട്ടുണ്ടാവുക. ഫൈറ്റ് അത് ഹീറോ ആ സംഭവം ഉദ്ദേശിച്ച് എല്ലാവരും കാണാവുന്നില്ല. ഇതില് പാസം വേണം, പാസമൊക്കെ അതിന്റെ കണക്ഷനിൽ വേണം. പക്ഷെ ഇത് പാസം അങ്ങേയറ്റം പോയി. പിന്നെ ഒരു പടം കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു പടമൊക്കെ നമ്മൾ കഴിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് അത് വേറെ മൂഡിൽ ഇറങ്ങി വരണം. പക്ഷെ ഈ പടം എന്ന് വെച്ചാൽ അങ്ങേയറ്റം നല്ല രീതിയിൽ എത്തിയിട്ട് അവസാനം കുറച്ച് പാസത്തിലൂടെ അവസാനിപ്പിക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ ടിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, മോശം എന്നല്ല പറഞ്ഞ്. പക്ഷെ അത് ഒന്നും കൂടി രസമാക്കാമായിരുന്നു. ഞാൻ എക്സ്പെക്ടേഷൻ എത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനിത് പുഷ്പ 2 അങ്ങ് ഗംഭീര സംഭവം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ക 1 മാൻ ഷോ അല്ലു അർജുന്റെ, പക്ക 1 മാൻ ഷോ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റും കാര്യങ്ങളും ആളെ മാനറിസം വെച്ചിട്ട് ആളെ സ്റ്റൈലും സ്വാഗും ഒക്കെ വേറെ ലെവല്. പിന്നെ രശ്മിക അടിപൊളി. എടുത്തു പറയേണ്ടത് എനിക്ക് ഇവരൊന്നല്ല, ഫഫയുടെ ക്യാരക്ടറാണ്. അഴിഞ്ഞാടിയിട്ടുണ്ട്. ഇവര് തമ്മിലുള്ള ഒരു 2 പേരുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഫഫ അതിഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫഫയെ കണ്ടിരിക്കാൻ തന്നെ ഈ പടത്തിൽ കയറാട്ടോ. ഫഫ 2 പേര് തമ്മിലുള്ള കുറെ സീനുകളൊക്കെ അതിഗംഭീരാണ്. ഫഫ പോലീസ് ഓഫീസർ റോള് ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ രശ്മിക മന്ദാന, റാം രമേശ്, സുനിൽ, അനസൂയ, ഭദ്രാജ്, സുകുമാർ, അങ്ങനെ അതിൽ BGM ദേവി ശ്രീപ്രസാദ്, മ്യൂസിക് എഡിറ്റർ നവീൻ. ചേട്ടാ നിങ്ങൾക്കിത് 3.25 മണിക്കൂർ എന്നുള്ള കുറച്ചൊക്കെ കുറയ്ക്കാമായിരുന്നു. പിന്നെ പീറ്റർ ഹൈനാണല്ലേ ആക്ഷൻ ചെയ്തിട്ടുള്ളത്, ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ആക്ഷനിലൊക്കെ കണ്ടുപിടുത്ത ശൈലിയൊക്കെ തന്നെയായിരുന്നു പീറ്റർ ഹൈൻ പടങ്ങളിലുള്ള പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പുലിമുരുകനിലൊക്കെ കണ്ട പോലെ നമ്മൾ കഴുത്തിലേക്ക് ചാടിയിട്ട് വീണ സാധനങ്ങളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒന്നുകൂടി വെറൈറ്റി പിടിക്കായിരുന്നു ഫൈറ്റുകൾ എന്നൊക്കെ തോന്നിപ്പോയി. ഒരു ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ഫൈറ്റില്. പിന്നെ 2-3 നല്ല പാട്ടുകൾ, ഐറ്റം ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം ഒരു 1 ടൈം തിയേറ്റർ വാച്ചബിൾ മൂവി
അത് മോശം പറയാൻ അങ്ങേരെ തേച്ചൊട്ടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ അണ്ണന്റെ പടത്വം തമിഴ് തെലുങ്ക് പടങ്ങളെ കാണാൻ പോകുമ്പോൾ അണ്ണന്മാരും ചേട്ടന്മാരും തെലുങ്കന്മാരെയൊക്കെ പടം കാണാൻ പോകുമ്പോൾ നമ്മൾ കഥ തിരക്കഥ സംഭാഷണമൊക്കെ നന്നായിട്ടൊക്കെ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ പോകില്ല. അണ്ണന്റെ പടം കാണാൻ പോകുമ്പോൾ എന്താ പ്രതീക്ഷിക്കുക നമ്മള് അണ്ണന്മാരുടെ? ഞാനൊക്കെ ആ മൈൻഡാണ്. തെലുങ്കന്മാരുടെ പടം കാണാൻ പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു നല്ല 4 ഫൈറ്റ് ഉണ്ടാവും, 2 പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, പിന്നെ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടാവും, 4 മാസം ഡയലോഗ് ഉണ്ടാവും. അതൊക്കെ കാണാൻ വേണ്ടി പടം 1 ടൈം വാച്ച് ചെയ്യാം. അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഞാൻ പോയ രീതിയിലുള്ള സംഭവം എനിക്ക് കിട്ടി. പിന്നെ ഓരോരുത്തർ എക്സ്പെക്ടേഷൻ ഈ പുലർച്ചെ 4 മണിക്ക് പോയിട്ട് 3.25 മണിക്കൂർ സഹിച്ചിരുന്ന ഒരവസ്ഥ എനിക്കറിയില്ല. ഞാൻ പടം കണ്ട 8 മണിക്കാണ്. അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്റർവെൽ വരെയൊക്കെ പടത്തിൽ ഭയങ്കര ആഘോഷമായിരുന്നു തിയേറ്ററിൽ. ഇന്റർവെല്ലിന് ശേഷം ചെറിയ രീതിയിൽ പടം പിന്നെ കുറച്ച് പാസത്തിലൊക്കെ പോയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓൾറൗണ്ട് ഇപ്പോൾ എനിക്കൊരു 1 ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാവുന്നൊരു മൂവിയാണ് എനിക്ക് തോന്നിയത്. നല്ല തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു മൂവിയാണ് തോന്നിയത്. കുറെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയാനൊക്കെ നോട്ടി വെച്ചൊക്കെ മനസ്സിന് പോയി. കാരണം 3.25 മണിക്കൂർ ആയതുകൊണ്ട് ഓർത്ത് വെച്ച കാര്യങ്ങളൊന്നും കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇന്റർനാഷണൽ ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലൈമാക്സിൽ നടന്നൊരു ഇൻസിഡന്റ് ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യുന്ന തേർഡ് പാർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ട് കാണാൻ റീസണും കൂടിയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ അത് ആ ക്ലൈമാക്സ് ഇട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളൊരു മാസ് പടം കഴിഞ്ഞിറങ്ങുന്ന ഫീൽ ആയിരുന്നില്ല എന്ന് മാത്രം. ഈ പടം കഴിഞ്ഞ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിറങ്ങുമ്പോൾ അത് മാത്രം എനിക്ക് അവിടേക്ക് ഒന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു വാവ് ഫീല് വന്നില്ല, അതുണ്ടായത്. എനിവേ ഒരു 1 ടൈം തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്ക് കങ്കുവയിലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് പടം പോലെ ഇതും ആ ഒരു ഫീൽ തന്നെ എനിക്ക് കിട്ടിയത്. അതൊക്കെ മേലെ കുറച്ചും കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. മോശമില്ലാത്ത എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ. മുകേഷ്.